ആർട്ട് ഹൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ഫാസിൽ. ഫോട്ടോഷോപ്പിലെ ഷേപ്പ് ടൂളിനെ കുറിച്ചിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അതായത് ഫോട്ടോഷോപ്പിലെ ഷേപ്പ് ടൂൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത്. ഷേപ്പ് ടൂളിനെ കുറിച്ച് നിങ്ങൾ അറിയേണ്ട ഒട്ടുമിക്ക കാര്യങ്ങളും വീഡിയോയിൽ കവർ ചെയ്യുന്നത് കൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഫോട്ടോഷോപ്പിൽ പുതിയ ഒരു പേജ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ശേഷം നമുക്ക് ആദ്യമായിട്ട് ടൂൾ ബാറിൽ നിന്നും ഷേപ്പ് ടൂൾ സെലക്ട് ചെയ്യാവുന്നതാണ്. ഷേപ്പ് ടൂൾ ബാറിൽ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതല്ലെങ്കിൽ കീബോർഡിൽ യു എന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും ആ ഒരു ടൂൾ നമുക്ക് സെലക്ട് ആയിട്ട് ലഭിക്കുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ടൂൾ സെലക്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ ആ ടൂളിന് മുകളിൽ മൗസ് വെച്ചുകൊണ്ട് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ചതുരത്തിലും വൃത്തത്തിലും ത്രികോണത്തിലൊക്കെ ആയിട്ട് ഒരുപാട് ഷേപ്പുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതിൽ നിന്നും റെക്റ്റാങ്കിൾ ടൂൾ എന്ന ഈ ആദ്യത്തെ ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്യുന്നു. ശേഷം മുകളിൽ ഈ ഒരു ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഷേപ്പ് എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ഇതേപോലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു ഷേപ്പ് ലഭിക്കുന്നതാണ്. ഒരു പക്ഷേ നിങ്ങളുടെ ഫോട്ടോഷോപ്പിൽ സെലക്ട് ആയി കിടക്കുന്നത് മറ്റു ഏതെങ്കിലും കളറുകളായിരിക്കും. അങ്ങനെ കളർ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിൽ ഈ ഒരു ഭാഗത്ത് ഫില്ല് ചെയ്യുന്നിടത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു കളർ ബോക്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. ശേഷം ഓക്കെ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷേപ്പിൻ്റെ കളർ ചേഞ്ച് ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഷേപ്പിന് ഒരു റെഡ് കളർ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഷേപ്പിന് ഒരു ബോർഡർ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തായി കാണുന്ന സ്ട്രോക്ക് എന്ന ഈ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു കളർ ബോക്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുന്നു. ശേഷം ഓക്കെ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബോർഡർ നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ ബോർഡർ ഇവിടെ കിട്ടിയിട്ടുണ്ട്, അത് കാണുന്നില്ല, കാരണം വളരെ ചെറിയ ഒരു ബോർഡറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആ ഒരു ബോർഡറിൻ്റെ തിക്നെസ് നമുക്ക് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇത് നീക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബോർഡർ നമുക്ക് കൂട്ടാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ ബോർഡർ കൂടി വരുന്നുണ്ട്. അതല്ലെങ്കിൽ ഈ ഒരു ബോക്സിൽ ഏതെങ്കിലും നമ്പർ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ബോർഡർ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഒരു ഷേപ്പിന് കളർ കൊണ്ടുവരാനും ഒരു ഷേപ്പിന് ബോർഡർ കൊണ്ടുവരാനും നമ്മൾ പഠിച്ചിരിക്കുകയാണ്. ഇനി ഈ ഷേപ്പിൻ്റെ കളർ നമുക്ക് ഇല്ലാതെ ബോർഡർ മാത്രമാണ് ആവശ്യമുള്ളത് എന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന നണ്ണ് എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷേപ്പിന് കളറൊന്നും ഇല്ലാതെ ബോർഡർ മാത്രമായിരിക്കും കിട്ടുന്നത്. ഇനി ഒരുപക്ഷെ നമ്മുടെ ഷേപ്പിന് മിക്സ്ഡ് ആയിട്ടുള്ള കളർ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ കളർ മിക്സിങ്ങിൻ്റെ ഒരു ബോക്സ് നമുക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ താഴെ കാണുന്ന ഈ ഒരു ബോക്സിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ കളർ സെലക്ഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. ഇതിൽ നിന്നും ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ഓക്കെ എന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ ഒരു കളർ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നു. ശേഷം ഈ രണ്ടാമത് കാണുന്ന ഈ ഒരു വൈറ്റ് കളറിൽ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് മറ്റു കളറുകൾ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ബ്ലാക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഓക്കെ എന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഷേപ്പിന് ഒരു മിക്സ്ഡ് കളർ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഷേപ്പിന് എന്തെങ്കിലും പാറ്റേൺ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ഫോട്ടോഷോപ്പിൽ ഓൾറെഡി കുറച്ച് പാറ്റേണുകൾ അവൈലബിൾ ആയിരിക്കും. അതിൽ നിന്നുള്ള ഏതെങ്കിലും പാറ്റേണുകൾ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇത് ഒരുപാട് യൂസ്ഫുൾ അല്ലാത്ത ഒരു ഓപ്ഷനാണ്, എങ്കിലും ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇനി നമുക്ക് വീണ്ടും കളറിലേക്ക് തന്നെ പോകണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാറ്റേണിൽ നിന്ന് വീണ്ടും കളറിലേക്ക് തന്നെ പോകാവുന്നതാണ്. ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കളർ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ള ഈ 4 ഓപ്ഷനുകളും നമുക്ക് ഇതിൻ്റെ ഔട്ട്ലൈനിലും ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഈ സ്ട്രോക്ക് എന്ന ഈ ഔട്ട്ലൈനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ 4 ഓപ്ഷനുകൾ നമുക്ക് അവൈലബിൾ ആണ്. ശേഷം ഈ ഒരു ഗ്രേഡിയൻറ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഷേപ്പിൻ്റെ ബോർഡർ കളർ നമുക്ക് വേണമെങ്കിൽ മാറ്റാവുന്നതാണ്. ഞാനിപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് മറ്റൊരു കളർ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ ഷേപ്പിൻ്റെ ബോർഡറിന് ഡബിൾ കളർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലും നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഷേപ്പിൻ്റെ ഒരു ബേസിക് യൂസേജ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോഷോപ്പിൽ ഷേപ്പിന് ചുറ്റും ഇതേപോലെ 4 പോയിന്റുകൾ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ പോയിന്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതേപോലെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഷേപ്പിൻ്റെ മൂലകൾ ഇതേപോലെ റൗണ്ടായിട്ട് വരുന്നതാണ്. അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഓപ്ഷൻ. ഒരു പക്ഷേ നിങ്ങളുടെ ഫോട്ടോഷോപ്പിൽ ഈ ഒരു ഓപ്ഷൻ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ടൂൾ ബാറിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ റൗണ്ടഡ് റെക്റ്റാങ്കിൾ ടൂൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ മുകളിൽ റേഡിയസ് എന്ന ഒരു ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കും. അതിൽ ഏതെങ്കിലും ഒരു നമ്പർ പ്രസ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ 50 എന്ന് കൊടുക്കുന്നു. ശേഷം ഇതേപോലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റൗണ്ടഡ് ആയിട്ടുള്ള ഷേപ്പുകൾ വരയ്ക്കാൻ സാധിക്കുന്നതാണ്. ഈ സെയിം കാര്യങ്ങൾ തന്നെയാണ് മറ്റു ഷേപ്പുകളിലും വർക്ക് ചെയ്യുന്നത്. അതായത് ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പ് ടൂളിന് മുകളിൽ മൗസ് വെച്ചുകൊണ്ട് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ഇവിടെ എലിപ്സ് ടൂൾ എന്ന ഈ ഒരു ടൂൾ സെലക്ട് ചെയ്യുന്നു. ഇത് റൗണ്ട് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ റൗണ്ടും ചതുരവും ഒക്കെ വരയ്ക്കുന്ന സമയത്ത് കീബോർഡിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ ഒരു റൗണ്ടിൽ തന്നെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതല്ല നമുക്ക് കുറച്ച് ചെരിഞ്ഞ റൗണ്ടൊക്കെയാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്യാതെ നേരെ ക്ലിക്ക് ചെയ്തുകൊണ്ട് വലിച്ചു കൊടുത്തു കഴിഞ്ഞാലും ഈ ഒരു രീതിയിൽ നമുക്ക് വരയ്ക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ടൂൾ ബാറിൽ മറ്റൊരു ഓപ്ഷൻ
ട്രയാങ്കിൾ ടൂൾ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനാണ്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതേപോലെ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ചതുരങ്ങൾ ഒക്കെ വരക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് ഷേപ്പുകൾ എന്ന് പറയുന്നത്. ഇനി ഇവിടെ പോളിഗൺ ടൂൾ എന്നൊരു ഓപ്ഷൻ അവൈലബിൾ ആണ്. അത് സെലക്ട് ചെയ്തുകൊണ്ട് ഇതേപോലെ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ ഒരുപാട് മൂലകളുള്ള ഷേപ്പ് ലഭിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഇവിടെ മുകളിൽ 80 എന്നാണ് സെലക്ട് ആയി കിടക്കുന്നത്. അതുകൊണ്ടാണ് 8 മൂലയുള്ള പോളിഗൺ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് 60 എന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഒരു ഷേപ്പ് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 6 മൂലയുള്ള ഒരു പോളിഗൺ ആയിരിക്കും കിട്ടുന്നത്. അതല്ലെങ്കിൽ ഇവിടെ നമ്മൾ നമ്പർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ അതിനനുസരിച്ചുള്ള പോളിഗൺ ടൂൾ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഒരുപാട് മൂലകളുള്ള ഒരു ഷേപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഓപ്ഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഞാനിത് മുഴുവനായിട്ടൊന്ന് സെലക്ട് ചെയ്തുകൊണ്ട് കീബോർഡിൽ ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഇനി നിങ്ങൾക്ക് സ്റ്റാർ പോലെയുള്ള ഷേപ്പ് ഒക്കെ വരക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ പോളിഗൺ ടൂൾ തന്നെ സെലക്ട് ചെയ്യുക. ശേഷം ഇവിടെ എത്രയാണോ മൂല വേണ്ടത് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇതേപോലെ ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ ഒരു പോളിഗൺ ടൂൾ ലഭിക്കുന്നതാണ്. ശേഷം ഇവിടെ പ്രോപ്പർട്ടീസ് എന്നതിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അതിൽ കാണുന്ന 100% എന്നത് ഒരു 70% ഒക്കെ ആക്കിയതിന് ശേഷം കീബോർഡിൽ എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പോളിഗണിൽ നിന്നും അത്രയും ഭാഗം ഉള്ളോട്ട് പോകുന്നതാണ്. ഈ ഒരു രീതിയിൽ നമുക്ക് സ്റ്റാർ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, നല്ല രീതിയിൽ തന്നെ അത് വരുന്നുണ്ട്. ഇത് 0 ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് കൂടുതൽ ഉള്ളോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് സ്റ്റാറും ഫ്ലവറും ഒക്കെ വരക്കാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ഭാഗത്ത് സെലക്ട് ചെയ്തുകൊണ്ട് അത് 100 തന്നെ ആക്കി വെക്കാൻ പോവാണ്. അതല്ലെങ്കിൽ നമ്മൾ പിന്നീട് ഷേപ്പ് വരക്കുന്ന സമയത്ത് സ്റ്റാർ ആയിരിക്കും വരുന്നത്. അതുകൊണ്ടാണ് ഞാനിവിടെ 100 ആക്കി വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ലൈൻ ടൂൾ എന്ന ഒരു ഓപ്ഷൻ നമുക്കിവിടെ അവൈലബിൾ ആണ്. അത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഇതേപോലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒന്ന് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലൈനുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ലൈൻ വരക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്ട്രോക്ക് എന്നിടത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നണ്ണി എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ഫില്ല് എന്നിടത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും നമുക്ക് ആവശ്യമുള്ള കളർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ലൈൻ നമുക്ക് വരക്കാവുന്നതാണ്. ഇങ്ങനെ ലൈൻ വരക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു തിക്നെസ് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തായിട്ടുള്ള H എന്നെടുത്ത് ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 10 എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് 10 പിക്സൽ ഹൈറ്റ് ആയിട്ടുള്ള ഒരു ലൈൻ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇത് മുഴുവനായിട്ടൊന്ന് ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. വീഡിയോയുടെ ഇത്രയും ഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്യാം. നമുക്ക് വീഡിയോ തുടരാം. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ലൈന് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ യൂസേജ് എന്താണെന്ന് നമുക്ക് പരിചയപ്പെടാം. അതായത് ഞാനിപ്പോൾ ഇവിടെ ഒരു ഷേപ്പ് വരക്കുന്നു, അതിൻ്റെ ഫില്ല് ചെയ്യുന്നിടത്ത് കളറൊന്നും ഇല്ലാതെയാക്കി കൊടുക്കുന്നു. ശേഷം ബോർഡർ കളർ ഓൾറെഡി ബ്ലാക്ക് ആണ് സെലക്ട് ആയി കിടക്കുന്നത്. ശേഷം ഈ ഒരു ബോർഡറിൻ്റെ തിക്നെസ് ഒരു 80 എന്ന് കൊടുക്കുന്നു. ശേഷം കീബോർഡിൽ എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 8 പിക്സൽ ആയിട്ടുള്ള ഒരു ബോർഡർ കിട്ടുന്നതായിരിക്കും. ഇനി ഇത് ഒരു ഡാഷ്ഡ് ലൈൻ ആക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൽ നിന്നും ഈ ഒരു രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡാഷ്ഡ് ലൈൻ ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ ആയിരിക്കും കിട്ടുന്നത്. അതല്ല, ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡോട്ടഡ് ആയിട്ടുള്ള ലൈൻ ആയിരിക്കും കിട്ടുന്നത്. ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് മോർ ഓപ്ഷൻ എന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിനിടയിലുള്ള ഡാഷും ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ശേഷം ഓക്കെ എന്ന് പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് നോർമൽ തന്നെ ആക്കി കൊടുക്കുന്നു. അതേപോലെ തന്നെ ഇവിടെ കാണുന്ന വിഡ്ത്ത് ഹൈറ്റ് എന്നിടത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ സൈസ് ഇവിടെ നിന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് 500 എന്നാക്കി കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ അതേപോലെ തന്നെ അതിൻ്റെ ഹൈറ്റും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതിൻ്റെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഇവിടെ മറ്റൊരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. അത് എന്താണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. അതിന് വേണ്ടിയിട്ട് ഇത് മുഴുവനായിട്ടൊന്ന് ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. ഇത് മുഴുവനായിട്ട് സെലക്ട് ചെയ്തുകൊണ്ട് കീബോർഡിൽ ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. ശേഷം ഞാനിവിടെ ഒരു റൗണ്ട് ഷേപ്പ് ടൂൾ സെലക്ട് ചെയ്യുന്നു. ശേഷം ഇവിടെ ഫില്ല് എന്നിടത്ത് ഒരു റോസ് കളർ കൊടുത്തിട്ടുണ്ട്. ഔട്ട്ലൈൻ എന്നിടത്ത് ഒരു 5 കൊടുത്തിട്ടുണ്ട്. ശേഷം ഇതേപോലെ ഒരു റൗണ്ട് വരക്കാൻ പോവാണ്. ഇപ്പോൾ ഔട്ട്ലൈൻ ആയിട്ടുള്ള ഒരു റൗണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ന്യൂ ലെയർ എന്ന ഓപ്ഷനാണ് സെലക്ട് ആയി കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് വരക്കുന്ന സമയത്ത് പുതിയ ഒരു ലെയർ ആയിട്ടായിരിക്കും നമ്മുടെ ഷേപ്പ് വരുന്നത്. ഇനി അതിന് പകരമായിട്ട് നമ്മൾ ഒരുപാട് ഷേപ്പുകൾ കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു ഷേപ്പാണ് വരക്കുന്നത് എന്നുണ്ടെങ്കിൽ അത്തരം സമയങ്ങളിലാണ് ഈ ഒരു ഓപ്ഷൻ യൂസ്ഫുൾ ആവുന്നത്. അതിന് മുമ്പായിട്ട് ഞാൻ Ctrl+Z എന്ന് പ്രസ് ചെയ്തുകൊണ്ട് ഇതൊന്ന് റിമൂവ് ചെയ്യാൻ പോവാണ്. ശേഷം ഞാനിവിടെ ഈ കാണുന്ന കമ്പൈൻ ഷേപ്പ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ശേഷം നമ്മൾ ഇതേപോലെ ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു ഷേപ്പ് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പിലേക്ക് മെർജ് ആയിട്ടായിരിക്കും ആ ഒരു ഷേപ്പ് വരുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഇവിടെ 2 ഷേപ്പും ഒന്നായിട്ടാണ് വന്നിട്ടുള്ളത്. ഒറ്റ ലെയറിലായിട്ടാണ് ആ ഒരു ഷേപ്പ് വന്നിട്ടുള്ളത്. ശേഷം നമുക്ക് അതിൽ എഡിറ്റ് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ താഴെ കാണുന്ന ഈ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക.
ശേഷം നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരുത്താവുന്നതാണ്. ഇനി ഇതിലുള്ള മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് സബ്സ്ട്രാക്റ്റ് ഫ്രണ്ട് ഷേപ്പ് എന്നുള്ളതാണ്. അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഷേപ്പിൽ നിന്നും അത്രയും ഭാഗം കട്ടായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻ്റർസെക്റ്റ് ഷേപ്പ് ഏരിയാസ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഷേപ്പിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ റിമൂവ് ആയിട്ട് രണ്ട് ഷേപ്പും മെർജായി വരുന്ന ആ ഒരു ഭാഗം മാത്രമായിരിക്കും കാണാൻ സാധിക്കുന്നത്. ഇനി മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് എക്സ്ക്ലൂഡ് ഓവർലാപ്പ് ഷേപ്പ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മിക്സ്ഡ് ആയിട്ട് വരുന്ന ഭാഗങ്ങൾ റിമൂവ് ആയിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ മാത്രമായിരിക്കും കാണാൻ സാധിക്കുന്നത്. ശേഷം ഈ ഒരു ഭാഗത്തായി കാണുന്ന മെർജ് ഷേപ്പ് കമ്പോണൻ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു പോപ്പപ്പ് ലഭിക്കുന്നതാണ്. ശേഷം ഓക്കെ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷേപ്പ് ഒരു പാത്ത് ആയിട്ട് മാറുന്നതാണ്. ശേഷം അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് എഡിറ്റിംഗ് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സെക്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഷേപ്പ് ടൂളിലുള്ള മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് കസ്റ്റം ഷേപ്പ് ടൂളാണ്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഷേപ്പിന് മുകളിൽ മൗസ് വെച്ചുകൊണ്ട് കസ്റ്റം ഷേപ്പ് ടൂൾ എന്ന ടൂൾ സെലക്ട് ചെയ്യുന്നു. അങ്ങനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ഷേപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഫോൾഡറുകൾ നമുക്ക് ലഭിക്കുന്നതാണ്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഫോൾഡർ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതിനകത്തായിട്ട് ഒരുപാട് ഷേപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഷേപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ഇതേപോലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പ് നമുക്ക് ലഭിക്കുന്നതാണ്. ഇതേപോലെ കസ്റ്റം ഷേപ്പ് എന്ന ഭാഗത്ത് കൂടുതൽ ഷേപ്പുകൾ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഷേപ്പ് ടൂളിനെ കുറിച്ചിട്ടുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഷേപ്പ് ടൂളിനെ കുറിച്ച് പറയുമ്പോൾ അതേപോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു ടൂളാണ് പെൻ ടൂൾ എന്ന് പറയുന്നത്. അതായത് നമുക്ക് കുറച്ച് ഹാർഡായിട്ടുള്ള ഷേപ്പുകളൊക്കെ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പലപ്പോഴും നമ്മൾ പെൻ ടൂളാണ് ഉപയോഗിക്കുന്നത്. പെൻ ടൂളിനെ കുറിച്ചും ഇതേപോലെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ പെൻ ടൂളിനെ കുറിച്ചൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് വീണ്ടും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.